നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഒടുവിൽ ഇസ്മായിൽ ഖനിയെ കൊലപ്പെടുത്തിയത് ഞങ്ങൾ തന്നെയാണെന്ന് ലോകത്തെ അറിയിച്ച ഇസ്രായേൽ. ഇസ്മായിൽ ഖനിയുടെ കൊലപാതകത്തപ്പി ആരും നടക്കേണ്ടതില്ലെന്നും ഞങ്ങളുടെ രഹസ്യ ഓപ്പറേഷനിലൂടെയാണ് ഇസ്മായിൽ ഖനിയെ ടെഹ്റാനിലെത്തി തീർത്തതെന്നും ഇസ്രായേൽ അമേരിക്കയ്ക്ക് വാക്ക് നൽകിയിരിക്കുന്നു. ഇസ്രായേൽ അമേരിക്കയോട് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇസ്മായിൽ ഖനിയുടെ കൊലപാതകം നടന്ന് 7 ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് കൊലപാതകത്തിന് പിന്നിൽ ഇസ്രായേലിന്റെ ചാരപ്പോലീസായ മൊസാദ് തന്നെയെന്ന് ഇസ്രായേൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഹമാസിന്റെ തലവനെ ഇറാനിലെത്തി കൊലപ്പെടുത്തിയത് ഞങ്ങൾ തന്നെയെന്ന് ആവർത്തിക്കുകയാണ് ഇസ്രായേലി സൈന്യം. പരസ്യമായി ഇക്കാര്യം സമ്മതിച്ചുകൊണ്ട് ഇസ്രായേൽ രംഗത്ത് വന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അമേരിക്കയോടാണ് ഇക്കാര്യം ഇസ്രായേൽ സമ്മതിച്ചത്. തങ്ങളുടെ വമ്പൻ മിഷനാണ് നടപ്പാക്കിയതെന്ന് അമേരിക്കയോട് പരസ്യമായി തുറന്ന് സമ്മതിച്ചിരിക്കുന്നു ഇസ്രായേൽ. യഹിയ സിൻവാറിന്റെ കൊലപാതകത്തിന് പിന്നാലെ തന്നെ ഈ മിഷന് പിന്നിൽ, ഈ ഓപ്പറേഷന് പിന്നിൽ തങ്ങളാണെന്ന് ഇസ്രായേൽ അമേരിക്കയെ അറിയിച്ചിരുന്നു എന്നാണ് വൈറ്റ് ഹൗസിന്റെ വെളിപ്പെടുത്തൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഇനി മറ്റൊരു സംശയം ആർക്കും വേണ്ട എന്ന് വൈറ്റ് ഹൗസും പറഞ്ഞിരിക്കുന്നു. അതേസമയം ഇസ്മായിൽ ഖനിയുടെ കൊലപാതകത്തിന് പിന്നാലെ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന ഇറാന്റെ പരസ്യ ഭീഷണിയിൽ ഐക്യരാഷ്ട്രസഭ ഇടപെടാത്തതിൽ വമ്പൻ പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയാണ്. ഇസ്രായേലിനെതിരെ പരസ്യമായ യുദ്ധപ്രഖ്യാപനം ഇറാൻ നടത്തി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇക്കാര്യത്തിൽ ഐക്യരാഷ്ട്രസഭ UN രക്ഷാ കൗൺസിൽ തുടരുന്ന മൗനമാണ് ഇപ്പോൾ വലിയ വിമർശനത്തിന് ഇടയാക്കിയിരിക്കുന്നത്. ആഗോള ഭീകരതയെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന ഐക്യരാഷ്ട്രസഭ എന്തുകൊണ്ടാണ് ഇറാന്റെ ഭീഷണിയിൽ മറുപടി പറയാതെ നിശബ്ദത പാലിക്കുന്നതെന്ന് ഇസ്രായേൽ ചോദിച്ചിരിക്കുന്നു. ഇസ്രായേലിന്റെ UN അംബാസഡർ ഗിലാഡ് എർദാനാണ് ഇക്കാര്യത്തിൽ ഐക്യരാഷ്ട്രസഭയെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ഇറാനും അതിന്റെ പ്രധാനപ്പെട്ട സഖ്യകക്ഷികളും എല്ലാ ദിശകളിൽ നിന്നും ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് ഭീഷണി മുഴക്കി കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും UN അവരെ തടയുന്നില്ല. ഇക്കാര്യത്തിൽ UNന്റെ നിശബ്ദത തീവ്രവാദത്തിന് അനുകൂലമായ ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്. എന്നാൽ ഒരു കാര്യം ഓർക്കുക എന്ന മുന്നറിയിപ്പും എർദാൻ നൽകുകയാണ്. ഞങ്ങളുടെ നീണ്ട കൈ എല്ലായിടത്തും എത്തും. ഞങ്ങൾ ശത്രു രാജ്യത്തിനെതിരെ അതിരൂക്ഷമായ ആക്രമണം തുടങ്ങിയാൽ ഞങ്ങളെ ആർക്കും അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ കഴിയില്ല. ഗാസയിലെ ആക്രമണം നിങ്ങൾ ഓർമ്മ വെച്ചുകൊള്ളൂ. ടെഹ്റാനെയും വേണമെങ്കിൽ ഞങ്ങൾ തീർക്കുമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ UN അംബാസഡർ തന്നെ നൽകുന്നത്. ഇസ്രായേലിനെ ശിക്ഷിക്കുമെന്ന ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഭീഷണി മുഴക്കിയിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ UNന്റെ നിശബ്ദതയാണ് ഏവരെയും ഞെട്ടിപ്പിക്കുന്നത്. ദശലക്ഷക്കണക്കിന് ഇസ്രായേലികളെ ആക്രമിക്കാനുള്ള ഒരുക്കങ്ങൾ തുടരാനുള്ള പച്ചക്കൊടിയായി ഇറാൻ ഈ നിശബ്ദതയെ കണക്കാക്കുകയാണ്. ദശലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോൾ ഈ സാഹചര്യം പശ്ചിമേഷ്യ ആകെ ഭീതിയിലാണ്. ഇസ്രായേലിലെ ലക്ഷക്കണക്കിന് ആളുകൾ ആശങ്കയിലാണ്. പക്ഷേ ഒരു കാര്യം ഞങ്ങൾ വ്യക്തമാക്കുകയാണ്, ഇസ്രായേലിനെതിരെ ആക്രമണത്തിന് തുനിയുക എന്നുള്ളത് വലിയ മണ്ടത്തരമായിരിക്കും. അത്തരമൊരു മണ്ടത്തരം ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ അത് ഇറാന്റെ നാശത്തിന് കാരണമാകുമെന്ന് കൂടി എർദാൻ വ്യക്തമാക്കുകയാണ്. എന്തായാലും ഇക്കാര്യത്തിലെ ഐക്യരാഷ്ട്രസഭയുടെ മൗനത്തിനെതിരെ നേരത്തെ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും അടക്കമുള്ള രാജ്യങ്ങൾ രംഗത്ത് വന്നിരുന്നു. ഇറാനെ നിലയ്ക്ക് നിർത്താൻ ഐക്യരാഷ്ട്രസഭ തയ്യാറാകണമെന്നാണ് അമേരിക്കയും ബ്രിട്ടനും പരസ്യമായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം ഹമാസിന്റെ പുതിയ തലവൻ യഹിയ സിൻവാറിന് വേണ്ടിയുള്ള വമ്പൻ ഓപ്പറേഷൻ ഗാസയിൽ ഇസ്രായേൽ സേന ആരംഭിച്ചതായിട്ടുള്ള വിവരങ്ങളും പുറത്തേക്ക് വരികയാണ്. പുതിയ ഹമാസ് തലവനായ സിൻവാറിനെ പരതി ഗാസയിൽ AI ഇന്റലിജൻസ് ഓപ്പറേഷന് മൊസാദ് തുടക്കമിട്ടു. കെട്ടിടങ്ങൾക്ക് ഉൾഭാഗം വരെ ആകാശ വിമാനങ്ങളിലിരുന്ന് AI സിസ്റ്റത്തിന് സ്കാൻ ചെയ്യാൻ കഴിയും. പുതിയ നീക്കവുമായി ഗാസയിൽ ഇസ്രായേലിന്റെ AI യുദ്ധം. സിൻവാറിനെ എവിടെ ഒളിപ്പിച്ചാലും കണ്ടെത്തി കൊല്ലുകയാണ് ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള വമ്പൻ ഓപ്പറേഷനാണ് ഗാസയിൽ മൊസാദ് തുടങ്ങിയത്. സെൻട്രൽ ഗാസയെ ലക്ഷ്യമാക്കി കേന്ദ്രീകൃത ബോംബിംഗ് ആക്രമണങ്ങൾ നടത്തി ഇസ്രായേലിന്റെ സേന. ഇസ്രായേൽ വ്യോമാക്രമണം ഗാസ മുനമ്പിലെ കേന്ദ്ര പ്രദേശങ്ങളിലേക്കും തെക്ക് ഖാൻ യൂനിസിന്റെ കിഴക്കൻ ഭാഗങ്ങളിലും നിരന്തരമായി ഉണ്ടാവുകയാണെന്ന വിവരമാണ് പുറത്തു വരുന്നത്. യഹിയ സിൻവാറിനെ ഏത് മാളത്തിൽ കൊണ്ടൊളിപ്പിച്ചാലും
കണ്ടെത്തി കൊല്ലുകയാണ് ഈ ഓപ്പറേഷനിലൂടെ മൊസാദിന്റെ സൈനിക വിഭാഗം നടത്തുന്നത്. ഗാസയിൽ ഡസൻ കണക്കിന് ആളുകൾ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് അൽ ജസീറ പുറത്തുവിട്ട വിവരങ്ങൾ വ്യക്തമാക്കുകയാണ്. സെൻട്രൽ ഗാസയിലെ ദേൽ എൽ ബാലയിൽ കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്ക് അഭയം നൽകുന്ന ക്യാമ്പുകളിലേക്കും സമീപത്തുള്ള വീടുകളിലേക്കും ഉണ്ടായ റോക്കറ്റ് ആക്രമണത്തിൽ നിരവധി പാലസ്തീനികൾ കൊല്ലപ്പെട്ടു, അനേകം പേർക്ക് പരിക്കേറ്റു എന്നുമാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അതേസമയം യമനിലെ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിലേക്ക് US-ഉം ബ്രിട്ടനും സംയുക്തമായി ആക്രമണം നടത്തിയെന്നുള്ള വിവരങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ്. രാജ്യത്തിന്റെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്തുള്ള തായ്സ് മേഖലയിലേക്കാണ് ആക്രമണം ഉണ്ടായതെന്ന് ഹൂതികൾ നടത്തുന്ന അൽ മസീറ ടെലിവിഷൻ ചാനൽ തന്നെ വ്യക്തമാക്കുന്നു. ചെങ്കടലിൽ മിസൈലുകൾ തൊടുത്ത സൈനിക ഔട്ട് പോസ്റ്റുകൾക്ക് നേരെയാണ് ചെങ്കടലിലെ ഹൂതികളുടെ സൈനിക ഔട്ട് പോസ്റ്റുകൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ചെങ്കടലിൽ ഇസ്രായേൽ അനുകൂല, അമേരിക്കൻ അനുകൂല, ബ്രിട്ടൻ അനുകൂലമായ ചരക്ക് കപ്പലുകളെ നിരന്തരമായി ആക്രമിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഹൂതികൾ നടത്തിക്കൊണ്ടിരുന്നത്. ഇതിനുള്ള തിരിച്ചടി എന്നോണമാണ് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സംയുക്ത സൈനിക വിഭാഗം ഹൂതികളുടെ പ്രധാനപ്പെട്ട ഔട്ട് പോസ്റ്റുകൾക്ക് നേരെ ആക്രമണം നടത്തിയത്. നിരവധി ഹൂതി തീവ്രവാദികൾക്ക് ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്, നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരികയാണ്. അതേസമയം ഇസ്മായിൽ ഹനിയുടെ കൊലപാതകത്തിന് പിന്നാലെ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന ഇറാന്റെ പരസ്യ ഭീഷണിയിൽ ഐക്യരാഷ്ട്രസഭ ഇടപെടാത്തതിൽ വമ്പൻ പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയാണ്. ഇസ്രായേലിനെതിരെ പരസ്യമായ യുദ്ധപ്രഖ്യാപനം ഇറാൻ നടത്തി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇക്കാര്യത്തിൽ ഐക്യരാഷ്ട്രസഭ UN രക്ഷാ കൗൺസിൽ തുടരുന്ന മൗനമാണ് ഇപ്പോൾ വലിയ വിമർശനത്തിന് ഇടയാക്കിയിരിക്കുന്നത്. ആഗോള ഭീകരതയെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന ഐക്യരാഷ്ട്രസഭ എന്തുകൊണ്ടാണ് ഇറാന്റെ ഭീഷണിയിൽ മറുപടി പറയാതെ നിശബ്ദത പാലിക്കുന്നതെന്ന് ഇസ്രായേൽ ചോദിച്ചിരിക്കുന്നു. ഇസ്രായേലിന്റെ UN അംബാസഡർ ഗിലാഡ് എർദാനാണ് ഇക്കാര്യത്തിൽ ഐക്യരാഷ്ട്രസഭയെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ഇസ്രായേലിലെ ലക്ഷക്കണക്കിന് ആളുകൾ ആശങ്കയിലാണ്. പക്ഷേ ഒരു കാര്യം ഞങ്ങൾ വ്യക്തമാക്കുകയാണ്, ഇസ്രായേലിനെതിരെ ആക്രമണത്തിന് തുനിയുക എന്നുള്ളത് വലിയ മണ്ടത്തരമായിരിക്കും. അത്തരമൊരു മണ്ടത്തരം ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ അത് ഇറാന്റെ നാശത്തിന് കാരണമാകുമെന്ന് കൂടി എർദാൻ വ്യക്തമാക്കുകയാണ്. എന്തായാലും ഇക്കാര്യത്തിലെ ഐക്യരാഷ്ട്രസഭയുടെ മൗനത്തിനെതിരെ നേരത്തെ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും അടക്കമുള്ള രാജ്യങ്ങൾ രംഗത്ത് വന്നിരുന്നു. ഇറാനെ നിലയ്ക്ക് നിർത്താൻ ഐക്യരാഷ്ട്രസഭ തയ്യാറാകണമെന്നാണ് അമേരിക്കയും ബ്രിട്ടനും പരസ്യമായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം ഹമാസിന്റെ പുതിയ തലവൻ യഹിയ സിൻവാറിന് വേണ്ടിയുള്ള വമ്പൻ ഓപ്പറേഷൻ ഗാസയിൽ ഇസ്രായേൽ സേന ആരംഭിച്ചതായിട്ടുള്ള വിവരങ്ങളും പുറത്തേക്ക് വരികയാണ്. പുതിയ ഹമാസ് തലവനായ സിൻവാറിനെ പരതി ഗാസയിൽ AI ഇന്റലിജൻസ് ഓപ്പറേഷന് മൊസാദ് തുടക്കമിട്ടു. കെട്ടിടങ്ങൾക്ക് ഉൾഭാഗം വരെ ആകാശ വിമാനങ്ങളിലിരുന്ന് AI സിസ്റ്റത്തിന് സ്കാൻ ചെയ്യാൻ കഴിയും. പുതിയ നീക്കവുമായി ഗാസയിൽ ഇസ്രായേലിന്റെ AI യുദ്ധം. സിൻവാറിനെ എവിടെ ഒളിപ്പിച്ചാലും കണ്ടെത്തി കൊല്ലുകയാണ് ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള വമ്പൻ ഓപ്പറേഷനാണ് ഗാസയിൽ മൊസാദ് തുടങ്ങിയത്. സെൻട്രൽ ഗാസയെ ലക്ഷ്യമാക്കി കേന്ദ്രീകൃത ബോംബിംഗ് ആക്രമണങ്ങൾ നടത്തി ഇസ്രായേലിന്റെ സേന.